നവജാത ശിശുവിന്റെ മരണം, ഡോക്ടറെ സ്ഥലം മാറ്റി. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് കുഞ്ഞു മരിച്ച സംഭവത്തിൽ കൺസൾട്ടന്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റി. പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാറ്റിയത്. എന്നാൽ സ്ഥലം മാറ്റം കണ്ണിൽ പൊടിയിടാനാണെന്നും ഡോക്ടറെ സസ്പെൻഡ് ചെയ്യാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്നും വ്യക്തമാക്കി കുടുംബം ആശുപത്രി കവാടത്തിൽ സമരം ശക്തമാക്കി. പാലോട് സ്വദേശിനി നിരഞ്ജനയുടെ കുഞ്ഞാണ് മരിച്ചത്. പൂർണ്ണ ഗർഭിണിയായ നിരഞ്ജനയെ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പരിശോധനയ്ക്കായി എത്തിയ നിരഞ്ജനയെ അഡ്മിറ്റ് ആവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. രാവിലെ 4 മണിയോടെ നിരഞ്ജനയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ഉച്ചയ്ക്ക് 2 മണിയോടെ സിസേറിയൻ നടത്തി കുഞ്ഞിനെ പുറത്തെടുത്തു. പിന്നാലെ കുഞ്ഞു മരിക്കുകയായിരുന്നു. ശ്വാസതടസ്സമാണ് മരണകാരണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മരിച്ച കുഞ്ഞിന്റെ ബന്ധുക്കൾ ആശുപത്രിക്ക് മുന്നിൽ ആർഡിഒയെയും ആശുപത്രി സൂപ്രണ്ടിനെയും തടഞ്ഞുവെച്ച് പ്രതിഷേധിച്ചിരുന്നു. ഗർഭിണി ഗുരുതരാവസ്ഥയിലെന്ന് കണ്ടിട്ടും ശസ്ത്രക്രിയ മണിക്കൂറുകൾ വൈകിപ്പിച്ചെന്നും വിവരം ബന്ധുക്കളെ അറിയിച്ചില്ലെന്നും അവസാന നിമിഷം മാത്രം ശസ്ത്രക്രിയ നടത്തിയതുവഴി കുഞ്ഞിന്റെ മരണത്തിനിടയാക്കിയെന്നുമുള്ള ഗുരുതര ആരോപണമാണ് ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ കുടുംബം ഉന്നയിക്കുന്നത്. 2 തവണയായി 10,000 രൂപ ഡോക്ടർ കൈക്കൂലി വാങ്ങിയെന്നും കുഞ്ഞിന്റെ അച്ഛൻ പറഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.